അപ്പോൾ നമ്മുടെ ടെറിറ്റോറിയൽ ആർമി TA ആർമീൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഈ വർഷം നടക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ റാലിയാണ് TA എന്ന് പറയുമ്പോൾ. ടെറിറ്റോറിയൽ ആർമീൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമെന്നുള്ളൊരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമുക്ക് ലഭിച്ച സമയത്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയൊക്കെ ഇത് മുൻപേ പ്രീവിയസ് ടൈമിൽ നമ്മളിത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പോൾ നോൺ ഒഫീഷ്യലായിട്ട് നമുക്കൊരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമുക്ക് ഒഫീഷ്യലി ഇതിൻ്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. എന്തായാലും ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായിട്ടും ഇത് മേ ബി ഇതേ ഡേറ്റിൽ തന്നെ നമുക്ക് കേരളത്തിൻ്റെ റാലി പ്രതീക്ഷിക്കാം. മേ ബി എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ ആയിട്ട് ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. റാലി എന്തായാലും ഉറപ്പായിട്ടുണ്ടാകുമെന്ന് മുമ്പേ നമ്മൾ കൺഫേം ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സമയം മുതലേ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓടിക്കയറാൻ പറ്റും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പാസ്സാകുക എന്നുള്ളതാണ്. ഒന്ന് ഡോക്യുമെൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒന്ന് ഫിസിക്കൽ നല്ല രീതിയിൽ നിങ്ങൾ സെറ്റാണെങ്കിൽ ഏകദേശം കൈ കിട്ടിയെന്ന് പറയാൻ പറ്റുന്നൊരു അവസ്ഥയുള്ള റാലിയാണ് നമ്മുടെ TA ആർമീൻ്റെ റാലി എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്ലിയർ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. എന്ന് കരുതി എക്സാം വളരെ ഒട്ടും ശ്രദ്ധിക്കേണ്ടതെന്നല്ല, എക്സാമിനേക്കാളും പ്രാധാന്യമാണ് ഇതിൽ ഫിസിക്കൽ പാസ്സാകുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകുക എന്നുള്ള കാര്യം. എന്ന് കരുതി എക്സാമിന് വിലയില്ല, എക്സാം ഒന്നുമില്ല എന്നല്ല. നിങ്ങൾ GD ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിവിധ പോസ്റ്റുകളുടെ പഠിക്കാനുള്ള PDF മെറ്റീരിയൽ നമ്മൾ മുൻപേ നമ്മുടെ ആർമി റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങി പഠിച്ചവർക്ക് അതേ സിമിലർ ചോദ്യങ്ങളായിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. താല്പര്യമുള്ളവർക്ക് താഴ്ന്ന് പർച്ചേസ് ചെയ്യാം. പുതിയ ടീമാണ്, നമ്മുടെ പുതിയ ടീമാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ എത്തിച്ചില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പഴയ, അതായത് ആർമി അഗ്നിവീറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത PDF കൂടി അവരുടെ കയ്യിൽ എത്തിച്ച് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കേരളത്തിൻ്റെ റാലി നടക്കാൻ സാധ്യതയുള്ള ഡേറ്റിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നടക്കാനായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങൾ ഫോളോയിങ് ഡിസ്ട്രിക്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള 7 ഡിസ്ട്രിക്റ്റിനാണ് കൊടുത്തിട്ടുള്ളത്. 24 നവംബർ 2025 കൊടുത്ത് കാണാൻ സാധിക്കുക. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 25-ാം തീയതിൻ്റെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 7 ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, വയനാട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ റാലി നടക്കുന്നതെന്നുള്ള ഒരു അപ്ഡേറ്റ്. ഇത് നോൺ ഒഫീഷ്യലാണ്. ഒഫീഷ്യലായിട്ട് നമ്മൾ കൺഫേം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒഫീഷ്യലായിട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈം അനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകാൻ ഇനിയും സമയമുണ്ട്. ആ ഒരു സമയത്തേക്ക് പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം നോട്ടിഫിക്കേഷൻ ഇത് നോൺ ഒഫീഷ്യലാണ്. ഞാൻ ഇപ്പോഴേ പറയാണ്, ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമായിട്ടുള്ളതല്ല. എങ്കിലും ഏകദേശം ഒരു 60% ഒക്കെ ഇതേ ഡേറ്റിൽ നടക്കാനാണ് സാധ്യത കൂടുതലും. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫിസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ, ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് നിങ്ങളുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ചിലപ്പം ഈ ഡേറ്റ് നിങ്ങൾക്കിപ്പോൾ നവംബറിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നവംബറിൻ്റെ അടുത്തായിട്ടായിരിക്കും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ഇതിന് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പ്രാക്ടീസ് നല്ല രീതിയിൽ കൊടുക്കുക. അതേ സ്ഥാനത്ത് നമ്മുടെ എൻ്റെ യൂണിഫോം ബാച്ചിലൊക്കെ ചേർന്നവരുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ പഠിക്കുക. അതിൻ്റെ കൂടെ ഇതും സ്ലൈഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. മറ്റുള്ള പോസ്റ്റുകൾക്ക് നോക്കുന്നവർ, എൻ്റെ യൂണിഫോം മാത്രമല്ല, അവരുടെ അടുത്ത് പ്രത്യേകം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവരുടെ ഗ്രൂപ്പിൽ ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് നോക്കുന്നുണ്ടെങ്കിൽ ഇതിനും നല്ല രീതിയിൽ, അതായത് TA നോക്കുന്നുണ്ടെങ്കിൽ TA ഫിസിക്കലും ചെയ്യണം. മറ്റുള്ള എക്സാമിന് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും, എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതിനാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിന് കൂടുതൽ % ഓഫ് എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്കൊരു മെത്തേഡ് ഉണ്ടാവുമല്ലോ. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ളൊരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ TA റാലി എന്തായാലും വരുന്നതായിരിക്കും. ഇവിടെ നവംബറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഫുള്ളി നമ്മൾ വിശ്വസിക്കേണ്ട, പക്ഷേ ഇതേ ഡേറ്റിൽ ഏകദേശം നവംബർ എൻഡിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. നവംബറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് TA ആർമീൻ്റെ റാലി. ചിലപ്പോൾ അതിന് മുൻപും വരാം. അതുകൊണ്ട് പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് നല്ല രീതിയിൽ കൊണ്ടുപോകാം. മിനിമം 10th ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്നും കൂടി ശ്രദ്ധിക്കുക.